എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസം എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഓർഗാനിക് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ആ കഴിഞ്ഞ വർഷത്തെ പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്. അപ്പം നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ആ ലാസ്റ്റത്തെ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടും പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇപ്പം മനസ്സിലാവണമെന്നില്ല. അപ്പൊ അത് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കുക, നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമെൻക്ലേച്ചറിനെ കുറിച്ച്, അതായത് നാമകരണം. ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, അതിന്റെ പേര് അല്ലെങ്കിൽ പേരിടുന്നത് എങ്ങനെയാന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം IUPAC നെയിമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. ഓരോ കോമ്പൗണ്ട്സിനെ കുറിച്ചും അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും IUPAC നെയിം എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് അല്ലെ, നമ്മൾ കഴിഞ്ഞ വർഷം ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈഡ്രജനും കാർബണും ചേർന്ന് അല്ലെ, അതിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ഈ ഹൈഡ്രോ കാർബൺ ഈ ഒരു പിക്ചറിൽ തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇവിടെ എന്താണ് രണ്ട് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട് അല്ലെ. അതിന്റെ മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ സ്ട്രക്ചർ നമുക്ക് കാണുമ്പോഴേ അറിയാം എന്താണ് വ്യത്യസ്തമായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ഇതിൽ തന്നെ നോക്കിയാൽ രണ്ട് ഹൈഡ്രോ കാർബൺ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ നോക്കിയാൽ മോളിക്കുലർ ഫോർമുല എങ്ങനെ വരും, നമ്മൾ പഠിച്ചാണല്ലേ. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 കാർബൺ ഉണ്ട്, അതായത് C5 എന്ന് വരും. ദെൻ ഹൈഡ്രജൻ എത്രയുണ്ട്? ഹൈഡ്രജൻ 3 3 2 5 7 7 2 9 9 3 12, അതായത് C5H12 എന്ന് വരും. ഈ രണ്ടാമത്തെ കേസിലും എങ്ങനെയാണ്? കാർബൺ എത്രയാണ് വരുന്നത്? 1 2 3 4 5 കാർബണും ഇവിടെ 5 ആണ്. അതവിടെ നോക്കി ഹൈഡ്രജൻ എത്രയാണ് വരുന്നത്? 3 3 6 6 2 8 8 1 9 9 3 12 ഇല്ലേ. മോളിക്കുലാർ ഫോർമുല അല്ലെ, ഇവിടെ രണ്ട് കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവയുടെ പേരും വ്യത്യാസമായിരിക്കുമല്ലോ എന്നാണ് ഈ ഒരു ചിത്രത്തിൽ ആ കുട്ടി അവിടെ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങൾ, വേർഡ് റൂട്ട് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. നോക്കിയ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം എന്ന് പറയില്ല, വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാർബണാറ്റം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? മെത്ത് എന്ന് പറയും. 2 ആണെങ്കിൽ എത്ത് എന്നാണ് പറയുന്നത്. 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ബ്യൂട്ടാണ്, 5 ആണെങ്കിൽ പെന്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്ട്, 9 നണ്ണ്, ദെൻ 10 ഡെക്ക്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഇല്ലേ, ട്രിപ്പിൾ ബോണ്ട്, ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം ഒക്കെ കണ്ടതാണല്ലേ. അപ്പം ഏകബന്ധനം ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? എയിൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എയിൻ ഇല്ലേ, ഏകബന്ധനം ആവുകയാണെങ്കിൽ എയിൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ ഡബിൾ ബോണ്ട് ഇല്ലെ, ഡബിൾ ബോണ്ട് ഇല്ലേ, അല്ലെങ്കിൽ ദ്വിബന്ധനം ആണെങ്കിൽ ഇങ്ങനെയാണ് ഈൻ ഇല്ലേ, ENE ഈനാണ്. ദെൻ അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ, ത്രിബന്ധനം ആണെങ്കിൽ അവിടെ എന്താണ്? YNE ഇല്ലേ, അയിൻ ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു കാര്യം വേർഡ് റൂട്ട് ആണ് ഇവിടെ പ്രധാനമായിട്ടും വേണ്ടത്. ഈ വേർഡ് റൂട്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ നോക്കാം കേട്ടോ. നോക്കിയേ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദിസ് ചെയിൻ? നമ്മൾ കണ്ടു, 2 ഹൈഡ്രോ കാർബണിന്റെ കണ്ടു. അപ്പം ഈ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്മൾ ഓൾറെഡി കണ്ടു. എത്രയാണ്? 5 കാർബൺ ആറ്റമാണ് ഉള്ളത്. വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ദിസ് കാർബൺ ആറ്റം? 5 കാർബൺ ആറ്റം ഉള്ളതിന്റെ വേർഡ് റൂട്ട് എങ്ങനെയാണ് പറയുന്നത്? നമ്മളിപ്പോ കണ്ടായിരുന്നു. ഇങ്ങനെയാണ് പെന്റ് അല്ലെ, പെന്റ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിൽ എന്താണ്? IUPAC നെയിം, ഈ കോമ്പൗണ്ടിന് IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. എന്ത് വരും? പെന്റൈൻ എന്ന് വരും അല്ലെ. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ്? ANE ആണ് വരുന്നത്, പെന്റൈൻ എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു, ഈ 2 ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? രണ്ടിന്റെയും തന്മാത്രാ സൂത്രം അല്ലെ, നമ്മൾ കണ്ടു. രണ്ടിന്റെയും തന്മാത്രാ സൂത്രം എങ്ങനെയാണ്? ഒരുപോലെയാണ് അല്ലെ. തന്മാത്രാ സൂത്രം ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ ഘടനയിൽ എങ്ങനെയാണ്? ഘടനയിൽ അവിടെ വ്യത്യാസം വന്നിരിക്കുന്നു. മനസ്സിലായല്ലോ. അപ്പം രണ്ടിന്റെയും തന്മാത്രാ സൂത്രം അവിടെ ഒരുപോലെയാണ്, പക്ഷെ ഘടനയിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ക്ലിയർ ആയല്ലോ. അത് അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. വാട്ട് ആർ ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് 2 ഹൈഡ്രോ കാർബൺസ്? ഇല്ലേ, രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല ഏതാണ്? C5H12 ഇല്ലേ, C5H12 ആണ് രണ്ടിന്റെയും എന്താണ് പറഞ്ഞത്? മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്? അതിന്റെ സ്ട്രക്ചറിലാണ് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്.
താഴെ കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ നോക്കിയേ. ഇതിന്റെ തന്മാത്രാ സൂത്രം എത്ര വരും? കാർബൺ എത്രയാണ്? 1 2 3 4 5 അല്ലേ? കാർബൺ ഇവിടെ എത്രയാണ്? 5 ആണ് വരുന്നത്. ഹൈഡ്രജനോ 3 3 6 6 3 9 9 3 12 അല്ലേ? ഇവിടെ എത്ര വരും? C5H12. സെയിം തന്മാത്രാ സൂത്രം അല്ലെങ്കിൽ മോളിക്കുലർ ഫോമിൽ എങ്ങനെയാണ്? സെയിം ആണ്. പക്ഷെ ഇവിടെ നോക്കി അതിന്റെ ഘടന എങ്ങനെയാണ്? സ്ട്രക്ചർ ഫോമിൽ എങ്ങനെ വന്നു? വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ? നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു, ആദ്യമേ രണ്ട് രീതിയിലുള്ള കണ്ടു. സെയിം തന്മാത്രാ സൂത്രമാണ്, പക്ഷെ ഇവിടെ വന്നപ്പോ എന്താണ്? അതിന്റെ സ്ട്രക്ചർ ഫോർമുല അവിടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പം കാർബൺ ആറ്റത്തിന് നമ്മൾ കണ്ട്, കാർബൺ ആറ്റത്തിന് ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖകളോട് കൂടിയ സംയുക്തങ്ങളെയും രൂപീകരിക്കാൻ കഴിയും. ഒറ്റ ഒരു ചെയിൻ ആയിട്ട് മാത്രമല്ല, കണ്ടില്ലേ? ഒറ്റ ഒരു ചെയിൻ ആയിട്ട് മാത്രമല്ല, ബ്രാഞ്ചസ് ആയിട്ട് അല്ലെ? ബ്രാഞ്ചസ് ആയിട്ടും അല്ലെങ്കിൽ ശാഖകളോട് കൂടിയ കോമ്പൗണ്ട്സിനെ അത് രൂപീകരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്, നാമകരണം ചെയ്യുന്നത്? നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് വൺ ബ്രാഞ്ച് ഉള്ള ആൽക്കെയിൻസിന് നമുക്ക് എങ്ങനെയാണ്, ആൽക്കെയിൻസ് ആണോ സിംഗിൾ ബോണ്ട് ആണ്, അപ്പൊ അങ്ങനെയുള്ള ആൽക്കെയിൻസിന് നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലാദ്യത്തെ നോക്കേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഓരോരോ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് നമ്മളൊരു ഹൈഡ്രോ കാർബൺ നമ്മൾ കൺസിഡർ ചെയ്തു. അതിലാദ്യമേ നോക്കേണ്ടത് കാർബൺ അടങ്ങിയിട്ടുള്ള ലോങ്സ്റ്റ് ചെയിൻ ഏതാണെന്നാണ് നോക്കേണ്ടത്. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം അടങ്ങിയ നീളം കൂടിയ ചെയിൻ നമ്മൾ നോക്കുക. ഏറ്റവും കൂടുതൽ കണ്ടോ, ഇത് നോക്കിയേ, ഈ ഒരു ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം അടങ്ങിയ നീളം കൂടിയ ചെയിൻ. അപ്പൊ ഇതാണല്ലോ നീളം കൂടിയ ചെയിൻ. അതിനെ നമ്മൾ പറയുന്നത് മെയിൻ ചെയിൻ എന്നാണ് പറയുന്നത്, പ്രധാന ചെയിൻ എന്ന് പറയും. മെയിൻ ചെയിൻ അല്ലെങ്കിൽ പ്രധാന ചെയിൻ എന്ന് പറയും. മനസ്സിലായല്ലോ? ബാക്കിയുള്ളവയെ നമ്മൾ ബ്രാഞ്ചസ് ആയിട്ട് കണക്കാക്കും, ബ്രാഞ്ചസ് അല്ലെങ്കിൽ ശാഖയായിട്ട് കണക്കാക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. കാർബൺ ആറ്റം അടങ്ങിയ ഏറ്റവും നീളം കൂടിയ ചെയിൻ നമ്മൾ കണ്ടുപിടിക്കണം. ലോങ്സ്റ്റ് ചെയിൻ കേട്ടോ, ലോങ്സ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം. അത് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുക. അതിനെ നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുക, ബാക്കിയുള്ളതിനെ നമ്മൾ രണ്ടാമത്തെ ചെയിൻ ആയിട്ട് എടുക്കുക. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ? ഈ ഒരു കേസിൽ നോക്കിയേ, തന്നെ നോക്കി, ഇവിടെ നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ 1 2 3 4 എണ്ണം ഉള്ളു വരത്തുള്ളൂ. അതേസമയം ഇവിടെ 1 2 3 4 ഇങ്ങനെ വരുവാണെങ്കിൽ 5 എണ്ണം വരും. അപ്പൊ മനസ്സിലായി? അപ്പൊ ഇതിനെ നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു. ഈ ഒരു സെക്ഷനെ നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു, ബാക്കിയുള്ളതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? ബ്രാഞ്ച് ആയിട്ടും എടുത്തു. മനസ്സിലായോ? അല്ലെങ്കിൽ ശാഖയായിട്ടും എടുത്തു. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമ്മൾ നോക്കും, ഇതിന് നമ്പർ കൊടുക്കുവാണെങ്കിൽ ഈ ചെയിന് നമ്മൾ നമ്പർ കൊടുക്കും. അതെങ്ങനെയാന്ന് നോക്കാം. നമ്പർ കൊടുക്കണം എങ്ങനെയാന്ന് വെച്ചാൽ, ഇടത്തു നിന്നും വലത്തേക്ക് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ വലത്തു നിന്നും ഇടത്തേക്ക് നമ്പർ കൊടുക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ നമ്പർ കൊടുക്കാൻ നേരത്ത് ശാഖയുള്ള കാർബൺ ആറ്റം, അതാണ് ബ്രാഞ്ചുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും ലോവസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ആയിരിക്കണം വരേണ്ടത്. മനസ്സിലായി? നമുക്ക് നമ്പർ ഇങ്ങനെയും കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം. കണ്ടോ, ഇതൊരു രീതി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുത്തിട്ട്, ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുത്തിരുന്നു. പക്ഷെ എങ്ങനെ കൊടുക്കണം? ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വരണം. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? അതെ, ബ്രാഞ്ച് ഏതാണ്? ഇതിനാണ് ബ്രാഞ്ച് ഉള്ളത്, അതിന് ഏത് വരണം? ലോവസ്റ്റ് നമ്പർ വരണം. ഇതാ ഇവിടെ നോക്കിയേ. അപ്പൊ ഇതല്ലേ കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് 3 ആണ് വന്നത്, ഇവിടെ ബ്രാഞ്ച് ഉള്ളതിന് 2 ആണ് വന്നത്. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് കാർബൺ ആറ്റം ക്യാരിയിങ് ബ്രാഞ്ച് ഗെറ്റ്സ് ദ ലോവസ്റ്റ് നമ്പർ. ഓക്കെ ആണല്ലോ? ഇതാണ് ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ആയിരിക്കണം കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിലേതാണ്? രണ്ടാമത്തെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദി അബോവ് ചെയിൻസ് ഹാസ് ദ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ ഫോർ ദ കാർബൺ ആറ്റം ക്യാരിയിങ് ദ ബ്രാഞ്ച്? ഏതിനാണ് കുറഞ്ഞ സ്ഥാനസംഖ്യ ഉള്ളത്? രണ്ടാമത്തേനാണ് ഇവിടെ കുറഞ്ഞ സ്ഥാനസംഖ്യ ഉള്ളത്. മനസ്സിലായല്ലോ? ഇനി ബ്രാഞ്ചസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്പർ കൊടുക്കേണ്ട കാര്യം പറഞ്ഞു. ഇനി കാർബൺ ചെയിൻ ഉണ്ടല്ലോ, കാർബൺ ചെയിനില് കാർബൺ ആറ്റങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച ശാഖകളുണ്ടല്ലോ, ഈ ശാഖകളെ നമ്മളൊരു പേര് പറയും. ഈ ശാഖകളെ നമ്മൾ പറയുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് കേട്ടോ. എന്താണ് പറഞ്ഞത്? ആൽക്കൈൽ കേട്ടോ, YL ആണ് കേട്ടോ. ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ്. കാർബൺ ആറ്റങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ചെറു ശാഖകളെ നമ്മൾ എന്ത് പറയും? ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഈ ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും നമ്മുടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുമ്പോൾ, CH4 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഹൈഡ്രോ കാർബണിൽ നിന്നും നമ്മൾ ഒരെണ്ണത്തിനെ റിമൂവ് ചെയ്യുമ്പോൾ, ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ എന്ത് കിട്ടും? ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും. അതായത് CH3 ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും.
അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ CH4 കേട്ടോ, CH4 തന്മാത്രയിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3 കിട്ടും. ഈ CH3 നമ്മൾ പറയുന്ന പേരാണ് മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. METH മെത്ത് കേട്ടോ. മീഥൈൽ Y എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? മീഥൈൽ നമുക്ക് എഴുതാം. CH4 ന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് കിട്ടുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. മീഥൈൽ ഗ്രൂപ്പ് മനസ്സിലാവും. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പിനെ നമുക്ക് എന്താണ് പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേഡ് റൂട്ട് ഉണ്ടല്ലോ, മെത്ത് എത്ത്, അതിന്റെ കൂടത്തി വയ്യല് ചേർത്തച്ചാൽ മതി. ഒരു കാർബണാറ്റ് ആണെങ്കിൽ എന്താണ് മെത്തത്തില് പറഞ്ഞു, അപ്പൊ അതിന് നമ്മൾ അതിന്റെ അടുത്ത് വയ്യല് ചേർക്കുക. ബ്രാഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാർബണാറ്റത്തിന് കാർബൺ ചെയിന് ബ്രാഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ മെത്താണ്, അതിന്റെ അടുത്ത് വയ്യല് ചേർക്കുക. അപ്പൊ ഈ ബ്രാഞ്ചിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആൽക്കൈൽ എന്നാണ് പറയുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ എങ്ങനെയാന്നുള്ളത്? അപ്പൊ പേര് കൊടുക്കുന്ന കാര്യത്തിന്റെ അടുത്ത സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? വേഡ് റൂട്ട് നോക്കുക. അത് കാർബൺ ആറ്റം ഉള്ളതിന്റെ ആണല്ലോ വേഡ് റൂട്ട് എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ എന്ത് ചേർക്കണം? വയ്യലും കൂടെ ചേർക്കണം. മനസ്സിലായല്ലോ? അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്മോൾ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റം കേട്ടോ. സ്മോൾ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കൈൽ ഗ്രൂപ്പ്. പഠിക്കണം കേട്ടോ. സ്മോൾ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ്. ഇങ്ങനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഒബ്റ്റൈൻഡ്. എങ്ങനെയാണ് കിട്ടുന്നത്? ഹൈഡ്രജൻ ആറ്റം ഈസ് റിമൂവ്ഡ് ഫ്രം എ കാർബൺ ആറ്റം ഇൻ എ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. മനസ്സിലായല്ലോ? അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നൊരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും. അപ്പൊ CH4 നമ്മൾ അതാണ് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3. അവിടെ ഒരു കാർബൺ ആറ്റം ഉള്ളതിനെ നമ്മൾ എന്തുകൊണ്ട് പറയുന്നത്? മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. മീഥൈൽ ഗ്രൂപ്പ്. അപ്പം ഇങ്ങനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പിന് എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്? വേഡ് റൂട്ട് അല്ലെ? കാർബൺ ആറ്റത്തിന് ഇതനുസരിച്ചുള്ള വേഡ് റൂട്ട്. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? YL കൂടെ ചേർത്ത് വെച്ചാൽ മതി. വേഡ് റൂട്ടിന്റെ കൂടെ YL കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് കിട്ടും. മനസ്സിലായല്ലോ? ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേക്കൊണ്ടാ കൊടുത്തിരിക്കുന്നത്. നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ. ഒരു കാർബൺ ആറ്റം ആണ്, അപ്പൊ മെത്ത്, അതിൻ്റെ അടുത്ത് YL വന്നു. ഇനി രണ്ട് കാർബൺ ആറ്റം കണ്ടില്ല, രണ്ട് കാർബൺ ആറ്റമാണ് അവിടെ അതിന് എത്താണ് പറയുന്നത്. അപ്പൊ അതിൻ്റെ അടുത്ത് YL ഈഥൈൽ വരും. അപ്പം CH2 CH3 എന്ന് പറയുമ്പോൾ ഈഥൈൽ ആണ്. മൂന്ന് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ പ്രൊപ്പാണ് വരുന്നത്, അതിൻ്റെ അടുത്ത് YL ചേർക്കുക. CH2 CH3 വരും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരും അതിന്റെ ഘടന സ്ട്രക്ചർ ഫോർമുല കണ്ടോ? മീഥൈൽ ആണെങ്കിൽ CH3, ഈഥൈൽ ആണെങ്കിൽ CH2 CH3, പ്രൊപ്പൈൽ ആണെങ്കിൽ CH2 CH3. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് 3 സ്റ്റെപ്പുകളായി. ഇനി ഈ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു IUPAC നെയിം നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യം എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം അല്ലെ? ലോങ്സ്റ്റ് ചെയിൻ, കാർബൺ ആറ്റം ലോങ്സ്റ്റ് ചെയിൻ, അതിനെ മെയിൻ ബ്രാഞ്ച് ആയിട്ട് എടുത്തു. പിന്നെ അതിനെങ്ങനെയാണ് നമ്പർ കൊടുക്കുക അല്ലെ? അപ്പൊ ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വരണം എന്ന് പറഞ്ഞു. പിന്നെന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് നമ്മൾ കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി IUPAC നെയിം എഴുതുമ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് നമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹൈഫനും ഉപയോഗിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കാം നമ്മൾ എങ്ങനെയാണ് അതിന്റെ പേര് കൊടുക്കുന്നുള്ളത്. അപ്പോ ഒരു IUPAC നെയിം കൊടുക്കാൻ വേണ്ടിയുള്ള ആ റൂൾ ആണ് ഇതാ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. എന്താണ് റൂൾ പറഞ്ഞിരിക്കുന്നത്? പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, ശാഖയുടെ സ്ഥാനസംഖ്യ. ശാഖയുണ്ടല്ലോ, ആ ശാഖയുടെ സ്ഥാനസംഖ്യ കൊടുക്കുക. ദെൻ പിന്നെന്ത് കൊടുക്കണം? ഹൈഫൻ കൊടുക്കണം. മനസ്സിലായല്ലോ? പിന്നെന്താണ്? നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുക. പിന്നെ വേർഡ് റൂട്ട് കൊടുക്കുക. പിന്നെ സഫിക്സ് ആയിട്ട് ANE, സിംഗിൾ അതായത് ഏകബന്ധനാണെന്നുണ്ടെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ENE അത് നമ്മൾ കൊടുക്കുക. മനസ്സിലായല്ലോ? ഇത് എങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് എഴുതുന്നത്. നോക്കിയാൽ നമ്മൾ ആദ്യമേ അപ്പം എന്താണ് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ആദ്യമേ നമ്മൾ മെയിൻ ചെയിൻ, കാർബൺ ആറ്റമുള്ള മെയിൻ ചെയിൻ, കാർബൺ ആറ്റം കൂടുതലുള്ള മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. അതെ നോക്കിയേ, 1 2 3 4 5, ഇവിടെ കാർബൺ ആറ്റം 5 ഉണ്ട്. ഇങ്ങനെ വന്നാൽ ഇവിടെ 1 2 3 4 ഇവിടെ 5 വരും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ആദ്യം എന്താണ്? മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. മെയിൻ ചെയിൻ നമുക്ക് ഇത് തന്നെ എടുക്കാം അല്ലെ? പിന്നെ എന്താണ്? നമ്പർ കൊടുക്കണം അല്ലെ? കാർബൺ ബ്രാഞ്ച് ഉള്ള കാർബൺ ലോവസ്റ്റ് നമ്പർ കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? ദാ ഇവിടുന്ന് 1 2 3 4 5 ഇങ്ങനെയല്ല കൊടുക്കണ്ടേ?
ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ എത്രയാണ്? മെയിൻ ചെയിനിലുള്ള കാർബൺ ആറ്റം 5 ആണ്. വേർഡ് റൂട്ട് എന്ത് വരും? പെന്റ് ആണ് വരുന്നത്. 5 ആയതുകൊണ്ട് വേർഡ് റൂട്ട് പെന്റ് വരും. സഫിക്സ് ഏതാണ്? ANE ആണ് വരുന്നത്, ഇല്ലേ? സിംഗിൾ ബോണ്ട് ആണ്, ANE ആണ് വരുന്നത്. നെയിം ഓഫ് ദ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ബ്രാഞ്ചിങ് ഏതാണ്? ഇത് ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ് വരുന്നത്? CH3 അല്ലേ? അതായത് ഏതാണ്? മീഥൈൽ ആണ് വരുന്നത്. CH3 വരുമ്പോൾ മീഥൈൽ. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് ഏതാണ്? 2 ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൂള് കേട്ടോ, ഈ ഒരു റൂള് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ പേര് എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഈ റൂൾ വെച്ചിട്ട് എഴുതി നോക്കാം. ആദ്യം എന്താണ്? പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, ഇല്ലെ? ശാഖയുടെ സ്ഥാനസംഖ്യ ഏതാണ്? 2 ആണ്. നമ്മളിവിടെ കണ്ടായിരുന്നു, അല്ലെ? പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് 2 ആണ്. അപ്പൊ 2 എന്ന് എഴുതി. പിന്നെ എന്ത് എഴുതണം? ഹൈഫൻ. നമ്മൾ ഹൈഫൻ എഴുതുക. പിന്നെ എന്താണ്? നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH3 അല്ലേ വരുന്നത്? ബ്രാഞ്ച് അതായത് മീഥൈലാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? മീഥൈലാണ്. ദെൻ പിന്നെന്താണ്? വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് ഏതാണ് വരുന്നത്? പെന്റ് അല്ല വരുന്നത്, വേർഡ് റൂട്ട് പെന്റ് ആണ് വരുന്നത്. ദെൻ അതിന്റെ സഫിക്സ് ഏതാണ്? എല്ലാ ഇതായത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. അപ്പം 2-methyl pentane. അപ്പൊ ഇതിന്റെ പേരെന്താണ്? IUPAC നെയിം എന്താണ്? 2-methyl pentane എന്നാണ് അതിന്റെ IUPAC നെയിം. 2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രാഞ്ച് ആണ്. മീഥൈൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിന്റെ എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. പിന്നെ വേർഡ് റൂട്ട് സഫിക്സ്. അപ്പൊ ഈ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേരുകൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ഒരു കോമ്പൗണ്ടിന് പേര് കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അത് നിങ്ങൾ ഈ ഒരു ബോക്സിൽ എഴുതിയിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. പഠിച്ചെഴുതി തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തറവാകത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാവേ. ആദ്യത്തെ നോക്കുക. അതിന് നമ്മൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ, അല്ലെ? ലോങ്സ്റ്റ് ചെയിൻ ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യമേ നമ്മൾ ഏതാണ്? ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക. നോക്കുക ഏതാണ് ലോങ്സ്റ്റ് ചെയിൻ വരുന്നത്? കാർബൺ ആറ്റം കൂടുതൽ ഈ നേരെയുള്ള ചെയിൻ തന്നെയാണ്. അപ്പൊ ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ, അല്ലെ? ലോങ്സ്റ്റ് ചെയിൻ ആണ് ഇതാണ്. അപ്പൊ ലോങ്സ്റ്റ് ചെയിനിലെ കാർബൺ ആറ്റം എത്രയുണ്ട്? 1 2 3 4 5 6, അല്ലെ? ലോങ്സ്റ്റ് ചെയിനിലെ കാർബൺ ആറ്റം 6. ഇനി എന്താണ്? നെയിം ഓഫ് ബ്രാഞ്ച് എഴുതണം, പൊസിഷൻ ഓഫ് ബ്രാഞ്ച് കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യമേ മെയിൻ ബ്രാഞ്ച് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നമ്പർ കൊടുക്കണ്ടേ? നമ്പർ കൊടുക്കുന്നതാണ് ബ്രാഞ്ചിൽ ലോവസ്റ്റ് നമ്പർ വരുന്നത്. അപ്പൊ എങ്ങനെ തന്നെ കൊടുക്കാം? ഇവിടെ നിന്ന് തന്നെ കൊടുക്കാം. 1 2 3 4 5 6. മനസ്സിലായല്ലോ? ഇനി പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് അപ്പൊ ഏത് വരും? 2 വരും. അപ്പൊ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് നമുക്ക് ഇവിടെ 2 എന്ന് എഴുതാം. ഇനി നെയിം ഓഫ് ദ ബ്രാഞ്ച് ഏതാണ് വരുന്നത്? CH3 ആണ് അവിടെ വന്നിരിക്കുന്നത്, അതായത് മീഥൈലാണ്, ഇല്ലേ? CH3 എന്ന് വരുമ്പോൾ മീഥൈലാണ് അവിടെ വരുന്നത്. പിന്നെ പേര് കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം അങ്ങോട്ട്. അതാ നോക്കിയപ്പോ എങ്ങനെ വരും? ആദ്യമേ നമ്മുടെ റൂള് എന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ റൂൾ എന്താണ്? ശാഖയുടെ സ്ഥാനസംഖ്യ, ഇല്ലേ? പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ 2 ആണ്. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് 2. ഹൈഫൻ. പിന്നെന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്, ഇല്ലേ? ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? മീഥൈൽ, ഇല്ലേ? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് മീഥൈലാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് മനസ്സിലായല്ലോ? ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ. ദെൻ അടുത്ത ഏതാണ് എഴുതേണ്ടത്? വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് ഏതാണ്? 6 ആണ് വരുന്നത്, അല്ലെ? അപ്പം 6 നമുക്ക് ഇങ്ങനെയാണ് ഹെക്സ് ആണ്, അല്ലെ? ഹെക്സ്. സഫിക്സ് ANE. അപ്പം 2-methyl hexane, അല്ലെ? 2-methyl hexane എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ ഏറ്റവും ലോങ്സ്റ്റ് ബ്രാഞ്ച് നമ്മൾ നോക്കിയേ ഏതാണ് വരുന്നത്? 1 2 3 4, ഇല്ല? അങ്ങനെ വരാം, ബാക്കിയൊന്നും വരില്ല. അപ്പം 4 കാർബൺ ആറ്റം ലോങ്സ്റ്റ് ചെയിനിൽ എത്രയാണ് വരുന്നത്? 4 കാർബൺ ആറ്റം ആണുള്ളത്. ഇനി നമ്മൾ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ ഇതാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ലെഫ്റ്റ്, അപ്പോൾ റൈറ്റിൽ നിന്ന് കൊടുക്കാം. 1 2 3 4. മനസ്സിലായല്ലോ? അപ്പൊ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് 2 ആണ് വരുന്നത്. അത് ഏത് വരും? മീഥൈൽ വരും, അല്ലെ? മീഥൈൽ ബ്രാഞ്ചിന്റെ പേര് മീഥൈലാണ്. അപ്പൊ പേര് കൊടുക്കാമല്ലോ. പൊസിഷൻ, അല്ലെ? പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ 2 ആണ്. ഹൈഫൻ ഇട്ടു. ഏത് ഗ്രൂപ്പാണ്? മീഥൈൽ ആണ്, അല്ലെ? 2-methyl. എങ്ങനെ വരും? അപ്പൊ 4 ആണ് ഇവിടെ കാർബണിന്റെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേർഡ് റൂട്ട് എന്ത് വരും? വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ട്, അല്ലെ? ബ്യൂട്ട് വരും. ദെൻ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടൈൻ. 2-methyl butane. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കിയേ. അടുത്ത ഇതാണ് നമ്മൾ ഇതിൽ ഇങ്ങനെ ആദ്യമേ നോക്കണ്ടേ? ലോങ്സ്റ്റ് ചെയിൻ, കാർബൺ ആറ്റമുള്ള ലോങ്സ്റ്റ് ചെയിൻ നോക്കുക. ഇവിടെ 1 2 3 4 5 നേരെ നോക്കുക. ഇവിടെ 5 എണ്ണം വരും. അതിന് ഇവിടെ നോക്കിയേ 1 2 3 4 ഇങ്ങനെ 4 എണ്ണം വരും. ഇതാ ഇവിടെ നോക്കിയേ 1 2 3 4 5 6 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 6 എണ്ണം അവിടെ വരുന്നുണ്ട്. മനസ്സിലായല്ലോ? എങ്ങനെ കൊടുത്തതെന്ന് മനസ്സിലായത്? ഇവിടുന്ന് ഇത് 1, ഇത് 2,
ഇത് 3, 4, 5, 6 ഇങ്ങനെ വരുമ്പോ 6 എന്ന്. അപ്പൊ ഈ ഒരു ചെയിനായിട്ട് നമുക്ക് ഈ ഒരു ചെയിനെ നമ്മൾ എന്തായിട്ട് എടുക്കാം? മെയിൻ ചെയിനായിട്ട് നമുക്ക് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ കാർബൺ ആറ്റം ഏതാണ്? എത്ര എണ്ണം വരും? 6 വരും. ബ്രാഞ്ച് ഏതാണ് വരുന്നത്? ഇവിടെയാണ് ബ്രാഞ്ച് വരുന്നത്. മൂന്നാമത്തെ ഇതില് ബ്രാഞ്ച് വരും. മനസ്സിലായല്ലോ? ദെൻ അപ്പൊ ആ ബ്രാഞ്ചിൽ CH3 ആയതുകൊണ്ട് മീഥൈൽ തന്നെ. CH3 ആയതുകൊണ്ട് മീഥൈൽ. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ പേരെങ്ങനെയാണ് വരുന്നത്? ആ പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് 3 ആണ് അല്ലെ? പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് 3 ആണ്. ഹൈഫൻ ഇട്ടു അല്ലെ? ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ. ഇതിന് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം 3 മീഥൈൽ എങ്ങനെ വരും? ഹെക്സൈൻ അല്ലെ? ഹെക്സൈൻ. 2 മീഥൈൽ ഹെക്സൈൻ. മനസ്സിലായല്ലോ? അപ്പൊ ഏതാണ്? 3 മീഥൈൽ ഹെക്സൈൻ ആണ് ഇതിന്റെ പേര്. IUPAC. മനസ്സിലായല്ലോ? അടുത്ത നോക്കിയേ. അടുത്തത് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യമേ മെയിൻ ബ്രാഞ്ച് കണ്ടുപിടിക്കാം. അപ്പൊ അടുത്ത നോക്കാം. അപ്പൊ അടുത്തതില് നമുക്ക് മെയിൻ ചെയിൻ നമുക്ക് നോക്കാം. ഏതാണ് വരുന്നത്? 1, 2, 3, 4, 5. ഇവിടെ നിന്ന് എണ്ണിയാലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് എണ്ണിയപ്പോ 5 വന്നു. ഇവിടെ നിന്ന് നോക്കിയേ 5 ആണ് വരുന്നത്. അപ്പൊ കോമൺ ആയിട്ട് 3 തന്നെ ബ്രാഞ്ചും വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ 1, 2, 3, 4, 5 എങ്ങനെ വന്നാലും 5 കാർബൺ ആറ്റം ആണുള്ളത് ഇല്ലേ? ദെൻ അതുപോലെ ബ്രാഞ്ച് വരുന്നതും ഒരുപോലെ തന്നെയാണ് വരുന്നത്. മനസ്സിലായി? അപ്പൊ നമുക്ക് നേരെ തന്നെ കൊടുക്കാം. 1, 2, 3, 4, 5 എങ്ങനെ കൊടുത്താലും ഒരുപോലെ തന്നെ വരും അല്ലെ? അപ്പൊ കാർബൺ ആറ്റം എത്രയാണ്? 5 ആണുള്ളത്. ഏതാണ് ബ്രാഞ്ചിൽ വരുന്നത്? മൂന്നാമത്തെ ബ്രാഞ്ചിലാണ് വരുന്നത്. മൂന്നാമത്തെ ബ്രാഞ്ചിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? CH2 CH3 ആണ്. 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഏതാണ്? എത്താണ് വരുന്നത്? CH2 CH3 ആകുമ്പോ ഏതാണ്? ഈഥൈൽ അല്ലെ? ഏതാണ് വരുന്നത്? ഈഥൈൽ ആണ് വരുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് പേര് കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ആണ്. ഹൈഫൻ ഇട്ടു. ഏതാണ്? ആൽക്കൈൽ ഗ്രൂപ്പ് ഈഥൈൽ ഗ്രൂപ്പ് ആണ്. ഈഥൈൽ 3 ഈഥൈൽ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 ആണ്. അപ്പൊ വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ പെന്റ് വരും ഇല്ലേ? സഫിക്സ് എൻ. അപ്പൊ 3 ഈഥൈൽ പെന്റെയിൻ. അപ്പൊ ഇതാണ് ഇതിന്റെ IUPAC നെയിം. ഓക്കെ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നമ്മൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടാണ്, ഈ ഒരു റൂള് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ റൂള് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ പഠിച്ച കുറെ സ്റ്റെപ്സുകൾ ഉണ്ടല്ലോ. ആദ്യമേ നമ്മൾ കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. പിന്നെ അതിനെ നമ്പർ ഇടണം അല്ലെ? നമ്പർ ഇടണം. പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ വേർഡ് റൂട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു റൂള് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഈ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കാണുകട്ടോ. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി മുന്നോട്ട് വരുമ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഈ കെമിസ്ട്രിയുടെ ഒരു ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. പറഞ്ഞ പോലെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.